നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാതാജി. Yes, Mataji. Welcome to all. Welcome to you all in this Gita session. ഇന്നത്തെ പതിവ് പോലെയുള്ള ഗീതാ ശ്ലോക, പിന്നെ ഹരിനാമ സങ്കീർത്തനം, ഇപ്പോ ഗീതാ മഹാത്മ്യം. അപ്പൊ എല്ലാത്തിനുമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹെർ ഗ്രേസ് രാധാശക്തി മാതാജിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം മാതാജി നന്നായിട്ട് ഗീതാ ക്ലാസ്സും അതുപോലെ ഭഗവത്ഗീത റീഡിങ്ങും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ മാതാജിയുടെ എക്സ്പേർട്ട് ഇതിലൂടെ നമുക്ക് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഓപ്പണിംഗ് പ്രേയേഴ്സ് പറയാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പശ്ചാത്തദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവസതി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ജയ പ്രഭുപദാ ജയ പ്രഭുപദാ ജയ പ്രഭുപദാ ജയ പ്രഭുപദാ, ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധു പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ വൃന്ദക്കേ ജയ. അപ്പൊ മാതാജി, ഇന്ന് നമുക്ക് ഗീതാ മഹാത്മ്യം തുടങ്ങാം. അപ്പോ ഞാൻ ശ്രീ രാധാദേവി മാതാജിയെ, രാധാശക്തി മാതാജിയെ ക്ഷണിക്കുന്നു. ഒരിക്കല് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് സ്വീകരിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. വെൽക്കം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ വൈഷ്ണവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് നമുക്കിത് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാണ്, ഗീതാ മഹാത്മ്യം വെച്ച് ആരംഭിക്കുകയാണ്.
നമ്മുടെ ക്ലാസ്. നമുക്ക് ഒരു തോന്നലുണ്ടാവും ഈ ഗീതാ മഹാത്മ്യം എല്ലാ ദിവസവും ഈ ശ്ലോകങ്ങൾ എപ്പോഴും ചെയ്യണം എന്തിനാ, അല്ലെ ഇത് തന്നെ നമ്മൾ ചെയ്യണം എന്തിനാന്നൊരു തോന്നലുണ്ടാവും. നമ്മളല്ലേ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് കോപ്പി റൈറ്റിംഗ് ചെയ്യില്ലേ, ദിവസവും ചെയ്യും. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ടേബിൾസ് പഠിക്കാറുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ. ടേബിൾസ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. മാതാജി ഭയങ്കര വർത്താനാണല്ലോ. ഹരേ കൃഷ്ണ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും പ്ലീസ്. ഹരേ കൃഷ്ണ. അപ്പൊ അയ്യോ അത് എനിക്ക് അറിയില്ല പ്രഭു, എങ്ങനെയാന്ന് നളിന മാതാജിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇല്ല, എന്റെ ഇതില് സെറ്റിംഗിലില്ല, അതാണ് ഹോസ്റ്റ് സെറ്റിംഗ് ഇല്ല. അറിയില്ല. ഇപ്പൊ ക്വയറ്റായി തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് കോപ്പി റൈറ്റിംഗ് ചെയ്യണ മാതിരി, അല്ലെങ്കിൽ നമ്മൾ ടേബിൾസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പഠിക്കില്ലേ, എന്താ പറയണേ, പരുക്കപ്പെട്ടി അല്ലെ സ്കൂൾ ടേബിൾസിന് പറയണേ. നമ്മൾ എന്തിനാ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണേ? എപ്പോഴും പഠിച്ച് നമുക്കിപ്പോ അത് ശീലമായി. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എണീറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ, എണീറ്റ് നിന്നുകൊണ്ട് അത് ഓരോരോ ടേബിൾസ് ഇങ്ങനെ ചോദിക്കും ടീച്ചേഴ്സ്. അതൊക്കെ ഉത്തരം പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ തുടങ്ങുമ്പോ തന്നെ. എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇപ്പൊ നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് എത്ര ഇതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അതേസമയം ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടോ? അവർക്ക് എല്ലാത്തിനും കാൽക്കുലേറ്റർ എടുത്ത് കുത്തണം. അഞ്ചും എത്രയാ കാൽക്കുലേറ്റർ എടുത്ത് കുത്തും, കണ്ടിട്ടില്ലേ? അവർക്കത് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിക്കണം എന്തിനാ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് ജീവിതം എളുപ്പമായി തീരാൻ നമ്മുടെ അതുപോലെ ഈ ഗീതാ മഹാത്മ്യം 7 ശ്ലോകം നമ്മൾ എന്തിനാ അത് പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ഈ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരുന്ന ജീവിത മൂല്യങ്ങൾ കൈക്കൊണ്ട് നമ്മുടെ ജീവിതം സുന്ദരമായി തീരാൻ ആണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരണം. ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ ഭഗവത്ഗീതയിലൂടെ പഠിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ഗീതാ മഹാത്മ്യം ദിവസവും നമ്മൾ ചൊല്ലി ഇത് നമ്മുടെ കേട്ട് നമ്മൾ കോപ്പി റൈറ്റിംഗ് ചെയ്യണ മാതിരി, ടേബിൾസ് പഠിക്കണ മാതിരി കേട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരുമ്പോൾ ജീവിത വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇതിൽ 7 ഭഗവത്ഗീതയുടെ തുടക്കത്തില് ശ്രീല പ്രഭുപാദര് ഈ 7 ശ്ലോകങ്ങള്, ഗീതാ മഹാത്മ്യത്തിന്റെ 7 ശ്ലോകങ്ങള് പരിചയപ്പെടുത്തുകയാണ്. ആദി ശങ്കരാചാര്യര് രചിച്ചതാണ്. മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ, ഈ കാര്യങ്ങൾ കേട്ടോ. അപ്പോ ആദിശങ്കരാചാര്യർ ആരാ? മഹാദേവന്റെ അവതാരം തന്നെ അല്ലെ, മഹാദേവൻ തന്നെ, അദ്ദേഹം രചിച്ചതാണ്. അപ്പൊ ഈ 7 ശ്ലോകങ്ങളിലായിട്ട് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭഗവത്ഗീതയെ ശരണം പ്രാപിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആ ഭഗവത്ഗീതയുടെ പ്രസക്തിയെ കുറിച്ചിട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള പ്രസക്തി എന്താണോ അതാണ് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പഠിക്കാനും അറിയാനും നമുക്ക് സാധിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ഓക്കെ. ഗീതാ ശാസ്ത്രമിദം പുണ്യം യപ്പഠേത് പ്രയതഃ പുമാൻ വിഷ്ണോർ പദമവാപ്നോതി ഭയശോകാതിവർജിതഃ. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും എന്ന് പറയും. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് കൊടുക്കുന്ന ഉപദേശമാണ് ഈ ഭഗവത്ഗീത. അപ്പൊ അതിന്റെ സന്ദർഭം യുദ്ധമാണെങ്കിലും അതിന്റെ ഉള്ളടക്കം എന്താണ്? ജീവിത പാഠമാണ്, ജീവിത മൂല്യങ്ങളാണ് അതിന്റെ ഉള്ളടക്കം. സന്ദർഭം ശരിയാണ്, യുദ്ധമാണ്, ഓക്കെ, പക്ഷെ ഉള്ളടക്കം ജീവിത മൂല്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു, നമ്മൾ ഓർക്കണ്ടോ? നമ്മൾ 2-ാം അധ്യായം ചെയ്തപ്പോ 7-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയുന്നുണ്ട്, കാർപ്പണ്യദോഷോപഹത സ്വഭാവ. അന്ന് നമ്മൾ പറയുകയും ചെയ്തു, ഇതെല്ലാവരും പഠിക്കണം, നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമ്മൾ അന്ന് പറയണ്ടായി. കാരണം എന്താണ്? അപ്പോഴാണ് ഭഗവാന്റെ ഗീതോപദേശം ആരംഭിച്ചുള്ളൂ അല്ലെ. അതുവരെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എനിക്ക്
ആകപ്പാടെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് ആശയക്കുഴപ്പത്തിലാണ് ഞാൻ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നെ എനിക്ക് വേണ്ട ഉപദേശം തന്നാലും, എന്നെ വേണ്ട മാർഗനിർദ്ദേശം തന്നാലും എന്ന് അർജുനൻ പറഞ്ഞ് കീഴടങ്ങുമ്പോഴാണ് ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഗീതോപദേശം അവസാനിക്കുന്നത് എവിടെയാണ്? 18-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകത്തിലാണ്. അത് കഴിയുമ്പോൾ അർജുനൻ പറഞ്ഞു, ഈ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അർജുനൻ അപ്പൊ എന്താ പറഞ്ഞത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ, ഗീതോപദേശം മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോ അർജുനൻ എന്ത് പറഞ്ഞു? 18-ാം അധ്യായത്തിലെ 73-ാമത്തെ ശ്ലോകത്തിൽ, അതിലേക്ക് നമ്മൾ വരും, നമ്മൾ പഠിക്കും. 700 ശ്ലോകം നമ്മൾ പഠിക്കുമല്ലോ, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അതിൽ 73-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയണു, അർജുനൻ പറയുന്നു, നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദമയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. എന്താ പറയണേ? അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു, അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി, ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്, അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ ആദ്യം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് തുടങ്ങിയ അർജുനൻ ഇപ്പൊ എണീറ്റ് നിന്ന്, എന്റെ സംശയങ്ങളെല്ലാം മാറി, ഞാൻ ഗീതയുടെ മാഹാത്മ്യമാണ് കാണിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ഞാൻ എല്ലാത്തിനും തയ്യാറാണ് എന്ന് പറയാണ്. എന്റെ സംശയങ്ങളെല്ലാം മാറി. അപ്പൊ യുദ്ധം ചെയ്യാൻ തയ്യാറെടുപ്പിക്കുക മാത്രമല്ല, എന്താണ്? ജീവിത പാഠങ്ങള്, ജീവിത മൂല്യങ്ങള് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കൃഷ്ണൻ ഈ ഗീതോപദേശത്തിലൂടെ. 5 ടോപ്പിക്സ് ആണ്, 5 വിഷയങ്ങളാണ് ഇതില് കവർ ചെയ്തിരിക്കുന്നത്, ഉൾക്കൊണ്ടിരിക്കുന്നത്. എന്താ? ഒന്ന്, ഈശ്വരൻ ആരാണ്? ഈശ്വരൻ, ജീവൻ, പ്രകൃതി, കാലം, കർമ്മം. അങ്ങനെ 5 ടോപ്പിക്സ് ആണ് ഈ ഭഗവത്ഗീതയില് ഉള്ളടക്കം. അത് മുഴുവൻ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അർജുനന്റെ സംശയം മാറി. ഇവിടെ ഈ 1-ാം അധ്യായത്തിൽ തുടക്കം, ആദ്യത്തെ ഗീതാ മഹാത്മ്യ ശ്ലോകത്തിൽ എന്താണ്? ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വിമുക്തരാകും. നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ് അല്ലെ? നമുക്ക് 1000 സംശയങ്ങളും വ്യാമോഹങ്ങളും പല പ്രശ്നങ്ങളുമാണ്. അപ്പൊ ഇത് നമ്മള് പഠിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജീവിതം വിജയമായി തീരുന്നു. ഗീതാശാസ്ത്രം ഇതം പുണ്യം. ശാസ്ത്രം എന്താണ്? ഇത് പുണ്യമാണെന്നാണ് പറയുന്നത്. പുണ്യം അപ്പൊ നമ്മള് 9-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മുടെ പുണ്യങ്ങളൊക്കെ തീരുമ്പോ വീണ്ടും നമ്മൾ വീണ്ടും നിലംപതിക്കും എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? 9-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തില് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുപോയി, സമ്പാദ്യം തീരുമ്പോ സ്വർഗലോകങ്ങളിലേക്ക് നമ്മൾ പൊങ്ങി, അത് കഴിയുമ്പോ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് പതിക്കണു എന്ന് പറഞ്ഞു അല്ലെ? സ്വർഗലോകങ്ങളിലേക്ക് എത്തിക്കണു പക്ഷെ ഇവിടെ പുണ്യം, അത് ഭൗതികമായിട്ടുള്ള പുണ്യങ്ങൾ. ഇവിടെ ഗീതാശാസ്ത്രം ഇതം പുണ്യം യത് പഠേത് പ്രയത പുമാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പുണ്യം എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളാണ്. ഭൗതികമായിട്ടുള്ള പുണ്യമല്ല, ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളാണ്. അത് കൈവരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? വിഷ്ണോർപദമവാപ്നോതി ഭയശോകാതിവർജിത. വിഷ്ണുപദം പോകുന്നു, വൈകുണ്ഠ ലോകങ്ങളിൽ എത്തുന്നു. 15-ാം, നമ്മള് ഇപ്പൊ 14 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ക്ഷീണേ പുണ്യമർത്തേ ലോകം വിശന്തി കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താ? യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരവില്ല. കാരണം അത് എന്റെ ധാമമാണ്. ഭഗവത് ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു വരവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. വിഷ്ണുർ അപ്പൊ ആധ്യാത്മിക നേട്ടങ്ങള്, ആധ്യാത്മിക പുണ്യങ്ങൾ നേടിക്കഴിയുമ്പോ വിഷ്ണുർ പദമവാപ്നോതി ഭയശോകാതിവർജിത. വിഷ്ണുപദം വൈകുണ്ഠ ലോകങ്ങള്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഭയശോകാതിവർജിത. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്ങള്, ശോകങ്ങള്, ദുഃഖങ്ങള് അല്ലേ? വൈകുണ്ഠം ദുഃഖങ്ങളില്ലാത്തിടം. എന്താണ്? ശോകം, നമ്മുടെ ദുഃഖങ്ങളോ ശോകം ഇതോ ഒന്നും ഇല്ലാത്തൊരു, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വൈകുണ്ഠം. അതില്ലാത്ത ഇടം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ? അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങള് വേണ്ടവണ്ണം പിന്തുടരുന്നവര് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമ്മള് മുക്തരാകും. പിന്നെ ആത്മീയ ജീവിതം അടുത്ത ജന്മം, ഇവിടെ നമ്മൾ പുണ്യം കിട്ടു, ഇനിയൊരു ജന്മം ആത്മീയമായിട്ടുള്ള ജീവിതം. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ ആത്മീയ ജീവിതം നമ്മൾ കൈവരിക്കും എന്ന് പറയുന്നു. ഈ ഭഗവത്ഗീതയിലെ പാഠങ്ങള് നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി 2-ാമത്തെ ഇത് വായിക്കാം. 2-ാമത്തെ ശ്ലോകം. ഗീതാധ്യായനശീലസ്യ
പ്രാണായാമ പരസ്യ ച നൈവ സന്തി ഹി പാപാനി പൂർവജന്മ കൃതാനി ച. എന്താണ് അതിന്റെ അർത്ഥം? ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല എന്ന് പറയുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ കിട്ടണേ? എന്താണ്? ഗീതാധ്യായന ശീലസ്യ. അധ്യായനം എന്താണ്? പഠിക്കുക. എങ്ങനെ പഠിക്കണം? ചുമ്മാ വായിച്ച് പഠിച്ചാൽ പോരാ, അത് നമ്മൾ ഉൾക്കൊള്ളണം. ചിട്ടയായി പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട്, ചിട്ടയായിട്ട്, ആത്മാർത്ഥമായിട്ട് പഠിക്കുമ്പോ എന്താ പറ്റണേ? നൈവ സന്തി പാപാനി പൂർവജൻ. പാപങ്ങള് നമ്മൾ ചെയ്ത പാപങ്ങള് നമ്മളെ ആ പാപത്തിൽ നിന്ന് നമ്മളെ അത് മോചിപ്പിക്കുന്നു. അല്ലെ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു. അത് നമുക്ക് പാപ പ്രതികരണങ്ങളിൽ ചെന്ന് എത്തിക്കുന്നു. അല്ലെ? പിന്നെയും ചെയ്യുന്നു. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അതാണ് നമ്മുടെ ദുഃഖത്തിന് സകല കാരണങ്ങളും അത് തന്നെയാണ്. ഇതിപ്പം ഈ ഗീതാധ്യായനം നമ്മൾ ശീലിച്ചാൽ എന്താ ചെയ്യണേ? അത് നമ്മുടെ പാപകർമ്മങ്ങൾ മാത്രമല്ല മാറ്റണേ, പാപം ചെയ്യാനുള്ള പ്രവണതയും കൂടി, ആ ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കള്ളനെ പിടിച്ച് ജയിലിലടച്ചു കഴിയുമ്പോൾ കള്ളൻ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ ജയിലിലടച്ച് അയാളുടെ കുറ്റങ്ങൾ മുഴുവനും തീർന്നു, അയാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, തിരിച്ചു വരുമ്പോഴോ പിന്നെയും ആ പ്രവണത അവിടെ കിടക്കുകയാണ്. അല്ലെ? അയാൾ പിന്നെയും ചെയ്യും, പിന്നെയും ജയിലിൽ പോവും. അല്ലെ? ഇത് തന്നെ, കാരണം അയാളുടെ സ്വഭാവം അതാണ്. അല്ലെ? അപ്പൊ നമ്മളിലും പാപങ്ങൾ ചെയ്യാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഗീതാധ്യാനം ശീലിച്ച് അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ എന്താ? പാപങ്ങൾ മാത്രമല്ല ഉണ്ടാവണേ, പാപം ചെയ്യാനുള്ള പ്രവണത, ടെൻഡൻസി കൂടി ഇല്ലാണ്ടാവുകയാണ്. ഇത് നമ്മൾ ഈ ഗീതാധ്യായനം നമ്മൾ ശീലിച്ചാണ്. അതാണല്ലോ നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം. അല്ലെ? അപ്പൊ അതുകൊണ്ട് ഗീത ചെയ്യാൻ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അവിടെ പൂർവജന്മങ്ങളിലുള്ള എന്താണ് പാപങ്ങൾ പോലും ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറയാണ്. എന്താണ് പൂർവജന്മങ്ങൾ? അത് സഞ്ചിത കർമ്മം. 3 തരത്തിലാണ് കർമ്മഫലങ്ങളുടെ ഇതുള്ളത്. എന്ത്? സഞ്ചിത കർമ്മം. ഒന്ന് പ്രാരബ്ധം, ഒന്ന് ആഗാമി. എന്താണ്? നമ്മൾ ജനിക്കുന്നത് നമ്മുടെ പ്രാരബ്ധ കർമ്മത്തോടു കൂടി നമ്മൾ ജനിക്കണം. എന്താ പ്രാരബ്ധം പറയാറില്ലേ ചിലർ? അയ്യോ എന്റെ പ്രാരബ്ധം എന്ന് പറയാറില്ല. എന്താ ശരിക്കും പ്രാരബ്ധം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അത് ശരിക്കും ഫലം കായ്ച്ചു കഴിഞ്ഞതാണ് എന്ത്? പ്രാരബ്ധ കർമ്മം. വിത്ത് രൂപത്തിൽ കിടക്കുന്നത്, യെസ് മാതാജി, വിത്ത് രൂപത്തിൽ കിടക്കുന്നത് സഞ്ചിതം. ഓക്കെ. പിന്നെ ആഗാമി, ഇനി ചെയ്യാനുള്ള പ്രവണത, ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? ഇനി ചെയ്യാൻ പോകുന്നതാണ് ആഗാമി. അപ്പൊ ഇതെല്ലാം ഇല്ലാണ്ടാക്കുന്നു എന്ത്? ഗീതാധ്യായനം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാല്. എന്താണ് ഗീതയിലേത്? ഗീതയുടെ സാരാംശം എന്താണ്? ഭക്തിയോഗമാണ്. ഇതിനകത്ത് കർമ്മയോഗം പറയുന്നുണ്ട്, ഭക്തിയോഗം പറയുന്നുണ്ട്, ജ്ഞാനയോഗം പറയുന്നുണ്ട്, ധ്യാനയോഗം പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഇതിന്റെ സാരാംശം, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഭഗവത്ഗീതയുടെ ഭക്തിയോഗമാണ്. അപ്പൊ ആ ഭക്തി നമ്മൾ ഉൾക്കൊണ്ട്, അത് നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നമ്മുടെ സകല ദുഃഖങ്ങളും ഇല്ലാണ്ടാവണം. പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ട് ആ വിത്ത് രൂപത്തിൽ നമ്മുടെ പുറത്ത്, നമ്മുടെ കൊട്ടയിൽ കിടപ്പുണ്ട്, ഇനിയും വിത്തായിട്ട് പൊട്ടി മുളയ്ക്കാൻ വേണ്ടി. അത് വന്നിട്ടില്ല, മുളയ്ക്കാൻ പോണേ ഉള്ളൂ. അതും എല്ലാം തന്നെ ഉന്മൂലനം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഗീത എന്താണ്? ഭഗവത്ഗീത പഠിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അതിലെ മൂല്യങ്ങൾ കൈക്കൊണ്ട് അതിലെ പാഠങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അപ്പൊ സമയമായി. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. 2 ശ്ലോകങ്ങള് നമുക്ക് അടുത്ത ദിവസം ഇനിയുള്ള ശ്ലോകങ്ങൾ അപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ തൽക്കാലം നിർത്താം. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മാതാജി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓൾമോസ്റ്റ് നന്നായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് ഹരിനാമത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വരുന്നത് കൃഷ്ണ ചൈതന്യ ചരൺദാസ് പ്രഭുവാണ്. ഞാൻ പ്രഭുവിനെ ഈ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ ചൈതന്യ പ്രഭു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. കൃഷ്ണ ചൈതന്യ പ്രഭു ലൈനിലുണ്ട്. ഹരേ കൃഷ്ണ മാതാജി, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. വീഡിയോ വരുന്നില്ല. സാരമില്ല, സൗണ്ട് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. വീഡിയോയില് ഇത് ഉണ്ടാവും, ഒരു ബാർ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്താല് വീഡിയോ വരും.
ഓക്കെ ഓക്കെ. Please allow Zoom Workplace to access your camera from device setting. അതെന്തോ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല ഓക്കെ മതി. ഓക്കെ. ഇത് മതി, വോയിസ് ആണെങ്കിലും വിട്ടോളൂ, ഓക്കെ കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മതി. എല്ലാ വൈഷ്ണവർക്കും എൻ്റെ സാദര പ്രണാമം. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഭഗവാന്റെ നാമത്തെ കുറിച്ച് പറയാനുള്ള അവസരം തന്ന എല്ലാ വൈഷ്ണവർക്കും പ്രണാമം. ശരിക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. കാര്യം ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന എന്നാണ്. ഗോലോകത്തിൽ നിന്ന് വന്ന പ്രേമധനമാണ് അത്. ആ ധനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ ധനം സ്വീകരിച്ച് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് നഷ്ടപ്പെടും. പക്ഷെ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ധനം സ്വീകരിച്ചാൽ നമ്മുടെ കൂടെ അതുണ്ടാവും. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ആധികാരികത ആക്കാൻ വേണ്ടിയിട്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ രാധാറാണിയുടെ ഭാവത്തിൽ വന്ന് ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ചു. ഈ നാമം അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് പറയുന്നു. കാര്യം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഭഗവാന്റെ സേവനമാണ്. അതിൽ സേവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ നാമമാണ്. ഈ നാമം ജപിക്കുന്നതിന്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്, ഭാഗവതം പഠിക്കുന്നത്, ഭഗവാന്റെ സേവനങ്ങളെല്ലാം ചെയ്യുന്നത് മുഴുവൻ ഈ നാമത്തിൽ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ ആചാര്യന്മാരും പറയുന്നു. ഇപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞു, ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നു മുകുന്ദന്റെ നാമം ജപിക്കുമെന്ന് പറയുന്നു. വേറെ ഒരു മാർഗമില്ല എന്ന് പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭക്തനായ പൂന്താനം പറയുന്നു, നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചാൽ അതിന് ഗുണമെന്ന്. എന്ന് വെച്ചാൽ പരിഹസിച്ച് ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ പരിഹസിച്ച് ചെയ്താൽ പോലും ഗുണമുണ്ടെന്ന് മഹാഭക്തന്മാർ പറയുമ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ ചെയ്താലുള്ള ഗുണം എന്തായിരിക്കും? അപ്പം ഈ നാമം ജപിച്ച് നമുക്ക് പെട്ടെന്ന്, അതായത് ഏറ്റവും എളുപ്പമായ കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു രൂപ പോലും സാമ്പത്തിക ചെലവില്ലാതെ വളരെ എളുപ്പമായിട്ട് ജപിക്കാവുന്നൊരു മന്ത്രമാണത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ മന്ത്രം 100% ഗുണം കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിക്കണമെങ്കിൽ പോലും നമുക്കൊരു 20 രൂപ കഴിക്കണം. ഇതിന് ഒരു 20 രൂപ പോലും ചെലവില്ല. ഭഗവാന്റെ നാമം ജപിച്ചാൽ അത് ഇത്തിരി ഉറക്ക ജപിക്കാനുള്ള സാഹചര്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് കേൾക്കാനും, വൃക്ഷങ്ങൾക്ക്, ചെടി കൊടികൾക്ക്, പക്ഷി മൃഗാദികൾക്കൊക്കെ കേൾക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ഭഗവാൻ ഒന്നുകൂടി നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം. അതിന് ഒരു ചെലവുമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ഗോലോകത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ എല്ലാം ലക്ഷ്യം അവസാനം ഭഗവാന്റെ ശരണാഗതിയാണ്, ഗോലോകൃതത്തിന്. അതിന് ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഹരിനാമം പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭു പ്രത്യേകം ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഹരിനാമമാണ് ഏറ്റവും പ്രധാനം, അതല്ലാതെ വേറെ ഒരു മാർഗമില്ല. അത് ചെയ്താൽ നിങ്ങൾക്ക് ഗോലോകത്തിലേക്ക് പോയത്. ഇപ്പൊ നമ്മൾ 10 നിലയുള്ള ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിലേക്ക് ലിഫ്റ്റും ഉണ്ടാവും, സ്റ്റെപ്പും ഉണ്ടാവും. അപ്പം സ്റ്റെപ്പിൽ എത്തുന്നതിന് എത്രയോ മുമ്പേ നമ്മൾ ലിഫ്റ്റിൽ കയറി എത്തും. അപ്പൊ ലിഫ്റ്റിൽ കയറി പോകുന്ന പോലെ ആയിരിക്കും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ. അപ്പം എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച്, ഇത് എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആരും പറഞ്ഞിട്ടുള്ളതല്ല. ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വന്ന പ്രേമധനമാണത്. ആ ധനം നമ്മൾ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മതി മാതാജി. ഹരേ കൃഷ്ണ. സോ സ്വീറ്റ് പ്രഭു. അത് വെരി ഷോർട്ട് ആണെങ്കിലും ഇത്ര നല്ല ഒരു ഷുവർ ഷോട്ട് പോലെയാണ് പ്രഭു പറഞ്ഞിരിക്കുന്നത്. അത് എസ്പെഷ്യലി ആ ലിഫ്റ്റിൽ കയറി പോകുന്ന ഉത്തമ ഉദാഹരണമാണ് അത്. നമുക്ക് എന്നുവെച്ചാ അത്രയും സിമ്പിളാണ്, ഏറ്റവും സിമ്പിളും ഏറ്റവും സ്വീറ്റും ആണ് ഭഗവാന്റെ നാമം അല്ലെങ്കിൽ അതിന്റെ മഹിമ. അപ്പം ഇതേ നമ്മള് എത്രയോ പുഷ്പാഞ്ജലി ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഫ്ലൈറ്റിൽ കയറി പോകുന്ന പോലെയാണ് നമുക്ക് ഹരിനാമ സങ്കീർത്തനവും അല്ലെങ്കിൽ അതിന്റെ മഹിമയും. അപ്പോ അതിൽ അത്രത്തോളം വരില്ല വേറെ ഒരു കാര്യവും. അപ്പോ പ്രഭുവിന്റെ സമയം ഇതിനു വേണ്ടി നമുക്ക് തന്നതിന് വളരെ നന്ദി.
എല്ലാവർക്കും ഇതുപോലെ പറഞ്ഞ പോലെ നമ്മളിപ്പോ എത്രയോ ദിവസങ്ങളായി ഹരിനാമത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ എല്ലാവരും ഒരു മാലയെങ്കിലും ജപിക്കണം. ജപിക്കുന്നവർക്ക് സ്പെഷ്യൽ ശ്രദ്ധാവാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ കളയരുത്. അത് നമുക്ക് ഒരു പടി അടുക്കുമ്പോ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വരുവാണ്. നമ്മൾ ഒരു പടി അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോ ഭഗവാൻ നമ്മളോട് തന്നെ 10 അടി അല്ലെങ്കിൽ 100 അടി ഭഗവാൻ ഇങ്ങോട്ട് വരുവാണ്. അത് നിങ്ങൾ കളയരുത്. എല്ലാവരോടും അത് ജപിക്കാൻ ഒന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇതിനെ മാനിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. അടുത്തത് നമുക്ക് ഗീതാ ശ്ലോകം ഇന്ന് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത് നരോത്തം കൃഷ്ണദാസ് പ്രഭു ആണ്. പ്രഭുവിനെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. പ്രഭു ഇത് ഹലോ, ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പോ വരാപ്പുഴയിലാണ്, ചേറായിലാണ് താമസിക്കുന്നത്. പ്രഭു ചെറുപ്പത്തിലെ പഠിത്തം കഴിഞ്ഞ ശേഷം ബോംബെയിൽ പോയി അവിടെ വലിയ വലിയ കമ്പനികളിൽ ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രഭു ബഹ്റൈനിലേക്ക് പോയി. ബഹ്റൈനിൽ വെച്ചിട്ട് 1994 ജയപതാക സ്വാമി മഹാരാജിന്റെ അടുത്ത് നിന്നും ദീക്ഷ സ്വീകരിച്ചു. മാത്രമല്ല പ്രഭുവിനെ പോലെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ ഇത് ഭാഗവത പുരാണങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തിലും നല്ല ഇൻട്രസ്റ്റോടെ ക്ലാസ് എടുക്കാനും നന്നായിട്ട് വിവരിച്ച് നൽകാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് നരോത്തം കൃഷ്ണദാസ് പ്രഭു. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രഭുവിനെ ഞാൻ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭു, ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രഭു തുടർന്ന് ക്ലാസ് നൽകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരിബോൾ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ സത്സംഗത്തിൽ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, ആത്മീയമായിട്ട് ഉയരാൻ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത ക്ലാസ് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവത്ഗീത ഇപ്പോഴത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു അവതരണം മാത്രം, ഒരു അവതാരിക എന്ന് പറയുന്ന പോലെ ആയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സൂപ്പർഫിഷ്യൽ ഏരിയൽ വ്യൂ. നമുക്ക് വിസ്തരിച്ച് പഠിക്കാൻ പിന്നെ നമുക്ക് അതിന് അവസരം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് ഒന്ന് ഓവർവ്യൂ പോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവാന്നേ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാം. അത് സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് ജെന്യുവൻ ആയിരിക്കും. ആൻസർ പറയുന്നത് അത് പറയുന്ന ആളുടെ ഇതാണ് കഴിവനുസരിച്ച് ശരിയായ രീതിയിൽ അത് പറയാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ വിട്ടുകളയേണ്ട. സംശയം കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു സ്ഥലത്തും എത്തിക്കില്ല എന്നുള്ള ആ സംശയം അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ശ്ലോകം 7 മുതലാണ് നമ്മൾ വായിക്കേണ്ടത്. 7 എന്ന് പറയുന്നത് രജോഗുണത്തിനെ പറ്റിയാണ്. അപ്പൊ 6-ാമത്തേലാണ് തമോഗുണം. അപ്പൊ അതിനുമുമ്പ് നമുക്ക് പ്രണവമന്ത്രം ജപിക്കാൻ പോകും. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം ഭഗവതാമഹ്യം ദദാതി സുപദാന്തികം. നമോ വിഷ്ണുപാദായ വിഷ്ണുപേക്ഷായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരണ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭട്ടവന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മ. ശരിക്കും പറഞ്ഞാൽ ഈ അധ്യായം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോഗുണം, തമോഗുണം. എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, നമ്മൾ അതിൽ പെട്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ 2-3 ശ്ലോകം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിൽ 6-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, സത്വഗുണത്തിനെ പറ്റിയാണ് പറയുന്നത്. ഹേ പുണ്യാത്മാവ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നമ്മൾ ഈ സത്വഗുണത്തിലെങ്കിലും നമ്മൾ വന്നിരിക്കും. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. സത്വഗുണത്തിന് മേലെ വന്നാലേ നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ തന്നെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്.
രജോ ഗുണവും തമോ ഗുണത്തിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ പറയുന്ന ആ ഗുണത്തിൽ ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ബദ്ധരാക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചങ്ങലിട്ട് പൂട്ടുന്നു എന്നാ പറയണത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സത്വഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാവും, ഞാൻ മറ്റുള്ളവരെയും ആധ്യാത്മികമായിട്ടും മറ്റുള്ള രീതിയിലും ഒക്കെ ഞാൻ കുറെ കൂടി പുരോഗമിച്ചു, എന്റെ അത്ര എത്തിയിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ എന്താണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അഹങ്കാരം നമുക്കുണ്ടാവുന്നു. അതോടുകൂടി നമ്മൾ ബന്ധിതരാകുന്നാണ് പറയുന്നത്. അപ്പൊ അതിനും മേലെ പോണ സത്വഗുണത്തിലും മേലെയാണ് വിശുദ്ധ സത്വം. വിശുദ്ധ സത്വത്തിൽ ഇങ്ങനെ ഒരു എങ്ങനെ വേർതിരിവ് അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 7ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 14, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണസംഗ സമുദ്ഭവം തന്നിബധ്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. വിവർത്തനം പറയുന്നത് ശ്രീല പ്രഭാതയ്ക്ക് ജയ. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്ന അത്രേ രജോഗുണം ദേഹസ്ഥനായ ജീവന് അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധസ്ഥനാവുന്ന പറഞ്ഞാൽ നമ്മളെ ബന്ധിച്ചു കളയും, ചങ്ങലിട്ട് പൂട്ടും. അത് സ്വർണ്ണ ചങ്ങലയായാലും ഇരുമ്പ് ചങ്ങലയായാലും ചങ്ങല തന്നെയാണ്. മനസ്സിലായോ? അപ്പോ നമ്മളെ ഈ രജോ ഗുണത്തിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ രജോ ഗുണത്തിൽ വരുമ്പോൾ നമുക്ക് ആർത്തി കൂടും, അത്യാർത്തി കൂടും. എന്ത് കിട്ടിയാലും മതിയാവില്ല. 10 കിട്ടിയാൽ പൂന്താനം പറഞ്ഞോണം, 10 കിട്ടിയാൽ 100 ആക്കണം, 100 കിട്ടിയാൽ 1000 ആക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക്. പക്ഷെ അത് സ്ഥായിയായ ഒരു അവസ്ഥയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒക്കെ പൈസ വരും പോവും, പക്ഷെ നമ്മുടെ കൂടെ ബാക്കി ഉണ്ടാവുന്നത് ഇതേപോലുള്ള ഭക്തിയുത സേവനോ ഇത് നാമജപങ്ങളോ ഇതൊക്കെ ആയിരിക്കും ബാക്കി നമ്മുടെ കൂടെ ഉണ്ടാവുക. മറ്റുള്ളതൊക്കെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം, ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷനും സ്ത്രീയോടും തോന്നുന്ന ആ ആസക്തി, അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം സംഗതികൾ അതിന്റെ പിന്നാലെ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ വളർത്തി പോറ്റി കൊണ്ടുവരുന്നതിന് പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. അതേപോലെ തന്നെ ആ പുരുഷന്റെ അവസ്ഥ അത് അങ്ങനെ നിലനിർത്തണം. സ്ത്രീക്കും കുട്ടികൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ അവിടെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു സമയം തന്നെ കിട്ടില്ല എന്നുള്ളതാണ്. ആ ബന്ധനസ്ഥിതി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ, നമുക്ക് ഇത്തിരി സ്പീഡിൽ പോയില്ലെങ്കിൽ തീരൂല. 8ാമത്തെ തസ്മാത് ജ്ഞാനജം വിദ്യ മോഹനം സർവദേഹിനം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബന്ധനാദി ഭാരത. തസ്മാത് ജ്ഞാനജം വിദ്യ മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബന്ധനാദി ഭാരത. ഇവിടെയാണ് പറയുന്നത് അജ്ഞാനത്തെ പറ്റി പറയുന്നത്. അജ്ഞാനം തമോ ഗുണം. അജ്ഞാനം ചെയ്യും വിവരമില്ലായ്മ. വിവർത്തനം പറയുന്ന ശ്രീല പ്രഭാതിക്ക്. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവ ശരീരങ്ങളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. തമോ ഗുണത്തിന്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പ്രധാനമായിട്ടും നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജോലി നാളേക്ക് നീട്ടിവെക്കും, നാളത്തെ ജോലി മറ്റന്നാളേക്ക് നീട്ടിവെക്കും. കാരണം അവൻ ഇന്ന് ചെയ്യാൻ അവന് താല്പര്യം ഉണ്ടാവില്ല. അതാണ് അജ്ഞാനജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട്, തമോ ഗുണത്തിൽ പെട്ടതുകൊണ്ട്, ആ പ്രകൃതിയുടെ തമോ ഗുണത്തിന്റെ സ്വാധീനത്താൽ അവന് മുന്നോട്ട് പോകാൻ അവനെ കൊണ്ട് സാധിക്കില്ല. അവൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അതാണ് പറയുന്നത്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര, ഉറങ്ങി മതിയാവില്ല. നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഇവനത് 12 മണിക്കൂറും 13 മണിക്കൂറും ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം, അനാവശ്യമായിട്ട് മദ്യം കഴിച്ചിട്ട് 3 ദിവസമൊക്കെ ഉറങ്ങിയ ആൾക്കാർ എനിക്കറിയാം. അവസാനം പോലീസ് വന്ന് വാതിൽ തല്ലി പൊളിച്ച് അയാളെ പുറത്തെടുക്കേണ്ടി വന്നു. കാരണം ചെയ്യാൻ അവന് ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുക കുടിക്കുക അങ്ങനെ. അതാണ് ആ തമോ ഗുണത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന തമോ ഗുണം അത് ഒരിക്കലും സത്വഗുണത്തിനേലും നേരെ ഓപ്പോസിറ്റാണ് തമോ ഗുണം. സത്വഗുണത്തിൽ പിന്നെയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. തമോ ഗുണത്തിന് അതില്ല. അത് വളരെ വളരെ കുറവായിരിക്കുന്നതാണ്. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാനസമ്പാദനത്തോട് വിവേകം നേടാൻ കഴിയും. തമോ ഗുണത്തെ സ്വാഭാവിക അസാധ്യമാണത്. അതാണ് ഇവിടെ ഉറപ്പിച്ചു പറയണം. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായ ഒരാൾ കാര്യം ചെയ്യാൻ അവന്
അവന് ചിന്തിക്കാനുള്ള കഴിവ് അവനുണ്ടാവില്ല എന്നാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എന്റെ ധർമ്മം, എന്താണ് എന്റെ ഡ്യൂട്ടി, എന്താണ്, ഞാൻ ആരാണ്, ഇതൊന്നും അവനറിയില്ല. അപ്പൊ അതൊന്നും അറിയാത്ത സ്ഥിതിക്ക് അവന് തോന്നിയ പോലെ അവൻ ഓരോന്ന് ചെയ്തു വെച്ചു കൂട്ടും. അതിന്റെ പ്രത്യാഘാതങ്ങൾ അവൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. 9 നോക്കാം. സത്വം സുഖേ സഞ്ജയ ധീരജ കർമ്മണി ഭാരത ജ്ഞാനമാവൃതതു തമ പ്രമാദേ സഞ്ജയുത്തിത. വിവർത്തനം ശീലപ്രഭാതിക്ക്. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പഠിച്ചാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സത്വഗുണം ഞാൻ നേരത്തെ പറഞ്ഞോണം, അതിൽ കുറെ സുഖിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും, പിന്നെ ചിന്തിക്കാനുള്ള അവസരമുണ്ട്, പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവൻ അതിൽ തന്നെ ബന്ധനസ്ഥനാവാണ്. അത് തന്നെ അവൻ മുന്നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. അതേസമയം രജോ ഗുണത്തിലാണ് ഈ കാമ്യകർമ്മങ്ങള് ചെയ്യാൻ നമ്മൾ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞോളം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും 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 ഓവർ ടൈം അതിന്റെ മീതെ ഓവർ ടൈം 3-4 ദിവസമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ കാരണം ചെയ്യാൻ അവന്റെ താല്പര്യങ്ങളെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അവന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ അവൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. എന്നിട്ട് എന്താണ് അവൻ അനുഭവിക്കുന്ന ഈ ഇത്രയും ഒരു ചാൻ വയറുള്ള ആ വയറിൽ എന്ത് കഴിക്കാൻ സാധിക്കും? കുറച്ച് ചോറോ കുറച്ച് കറിയോ എന്തെങ്കിലും കഴിക്കാൻ, അതിനപ്പുറം ഇല്ല. അപ്പൊ അവൻ അധ്വാനിച്ച് 2-3 ദിവസം ഓവർ ടൈം ചെയ്ത് ആ കാശോണ്ട് അവൻ ആലോചിച്ചു നോക്കും അവന്റെ അവസ്ഥ എന്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജോ ഗുണത്തിലായാലും അവന് ജീവിതം ആസ്വദിക്കാനുള്ള അവസരം അവനുണ്ടാവില്ല. നല്ലതോ ചീത്തയോ ഒന്നും ചിന്തിക്കാനുള്ള അവസരം അവന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. കാമ്യകർമ്മങ്ങൾ ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാട്ടെ, തമോ ഗുണത്തിലെ ജ്ഞാനമില്ല, അതിനെ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. അന്ധത കൊണ്ട് ആ ജ്ഞാനത്തെ കവർ ചെയ്തിരിക്കുകയാണ്. ആ കവറിങ് മാറ്റിയാലേ നമുക്ക് ജ്ഞാനം ഉണ്ടാവുള്ളൂ. അതിനെ തമോ ഗുണമായിട്ട് ഉന്മാദം കൊണ്ടുള്ള ഒരാളെ ബന്ധിക്കുന്നു. ഈ അറിവില്ലായ്മ കൊണ്ട് അതിൽ അവനെ ബന്ധിതനാകുന്നു എന്ന് പറയണത്. 10ാമത്തെ നോക്കാം. രജസ് തമശ്ചാപി ഭൂയം സത്വം ഭവതി ഭാരത രജസ് സത്വം തമശ്ചൈവ തമസത്വം രജസ്തത. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ് തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങൾ കീഴടക്കുന്നു. മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എപ്പോഴും ഒരേ ഗുണത്തിലായിരിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട. ഈ 3 ഗുണങ്ങളും അവന് ഓരോ സമയത്തും അവനെ ബാധിച്ചുകൊണ്ടിരിക്കും. ഒരു സമയം ചിലപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ തമോ ഗുണത്തിലാവും എണീക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ രജോ ഗുണാവും, അല്ലെങ്കിൽ സത്വഗുണാവും. അവന്റെ ആ പ്രകൃതി ഇവന്റെ സ്വാധീനം എത്രയുണ്ടോ അതനുസരിച്ച് അവൻ ആ 3 ഗുണങ്ങളും ഒരു ദിവസം തന്നെ ഒരേ സമയം തന്നെ അവനിൽ പ്രതിഫലിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും അവന്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ്. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വ മനസ്സുകൾ പരാജയപ്പെടുന്നു. ഇവിടെ പറയുന്നത് തമോ ഗുണം കൂടുതലാണെങ്കിൽ രജോ തമസ് അവനെ കുറവായിരിക്കും. അതേസമയം സത്വഗുണം കൂടുതലാണെങ്കിൽ രജസ് തമ താഴെയായിരിക്കും. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണാബോധത്തെ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഈ 3 ഗുണങ്ങളെയും 3 ഗുണങ്ങളെ അതിക്രമിക്കണം. ഇതെങ്ങനെ 3 ഗുണങ്ങളെ അതിക്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വ രജസ് തമോ ഗുണങ്ങളെ അതിക്രമിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ശുദ്ധ സത്വത്തിലെങ്കിലും നമുക്ക് വരാൻ തോന്നണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ചെയ്യാനും അവരെ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സത്വഗുണത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ഉണ്ടായിരിക്കുമ്പോൾ അതിൽ അഹങ്കരിക്കാൻ നമ്മൾ പാടില്ല. ഞാൻ ഇതെല്ലാം തികഞ്ഞ വ്യക്തിയാണെന്നുള്ള ധാരണ നമുക്ക് വരുമ്പോൾ അവിടെ അധപ്പതനം തീർച്ചയാണ്. അത് തീർച്ചയായിട്ടും അവനെ വലിച്ച് താഴെയിടും. അത് പാടില്ല. അതേപോലെ തന്നെ രജോ ഗുണമായാലും രജോ ഗുണം നമുക്ക് ഈ ഗുണത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജോ ഗുണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ അതൊരു സന്തോഷം നൽകുന്നുണ്ടെങ്കിലും അവസാനം അതൊരു ദുഃഖത്തിലേ കലാശിക്കുള്ളൂ. തമോ ഗുണത്തിന് തുടക്കവും അവസാനം എല്ലാം തന്നെ ദുഃഖത്തിലായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഈ ഗുണങ്ങളുടെ പ്രത്യേകത. രജസ് തമോസുകൾ രജോ ഗുണം വർദ്ധിപ്പിച്ച സത്വ തമസ് കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസ്സുകൾ നശിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിര നിശ്ചയമുള്ളവർ സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം.
അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിലും നേരെ നമുക്ക് പോകണം എന്നുള്ളതാണ്. 11 സർവദ്വാരേഷു ദേഹേസ്മേ പ്രകാശാവുപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃത്തം സത്വം ഇത്യുത. ഇവിടെ പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. എന്ന് വെച്ചാൽ നവദ്വാരങ്ങളുണ്ട് നമുക്ക്. നവദ്വാരങ്ങൾ അവര് ആ ദ്വാരങ്ങൾ അവരുടേതായ പ്രക്രിയ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ സത്വഗുണത്തിലായിരിക്കും എന്നാണ് പറയണത്. കണ്ണുകൊണ്ട് വേണ്ട രീതിയിൽ കാണുക, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കുക, ആവശ്യമില്ലാതെ കേൾക്കാതിരിക്കാം. അതേപോലെ സംസാരം നമ്മള് പ്രജൽപ്പങ്ങളാവരുത്. എന്ന് വെച്ചാൽ അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്നത് അസൂയം കുരുട്ടും കുശുമ്പും പറയുന്നത് അതല്ല നമുക്ക് ആവശ്യം. നമ്മള് നല്ല കാര്യങ്ങളോട് ഭഗവാനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാം. അതാണ് നല്ലത്. അതേപോലെ തന്നെ കാണുന്നത്, കേൾക്കുന്നത്, പിന്നെ ഇങ്ങനെ മറ്റുള്ള എല്ലാ അവയവങ്ങളും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളെ സത്വഗുണ ലക്ഷണങ്ങൾ. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. ഇങ്ങനെ ആ ഇന്ദ്രിയങ്ങൾ അതിൻ്റെതായ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഉൾക്കൊണ്ടാലേ നമുക്കത് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിക്കണത് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ നമ്മൾ വേണ്ടാത്തത് കഴിച്ചതിൻ്റെതായ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ സംസാരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ പറയാറുണ്ട്, പട്ടിയെ കഴിച്ചാൽ പട്ടിയെ പോലെ ആവുന്ന. പട്ടിയെ കഴിച്ചു കഴിഞ്ഞാൽ പട്ടിയുടെ മാംസം കഴിച്ചാൽ കുറച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അവൻ കുറയ്ക്കും. അതാണ് പട്ടിയുടെ സ്വഭാവം. അതുപോലെ നമ്മൾ എന്താണ് നമ്മൾ കഴിക്കുന്നത്, അതിന് ഇംഗ്ലീഷിൽ ഒന്ന് പറയണേ, വാട്ട് യു ഈറ്റ് ദാറ്റ് യു ആർ എന്ന് പറയും. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങളെന്ന്. നിങ്ങൾ പട്ടിയെ കഴിച്ചാൽ പട്ടിയെ പോലെയായി. മനുഷ്യന്റെ ഭക്ഷണം കഴിച്ചാൽ അത് മനുഷ്യനെ പോലെ ആയിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി അത് നമുക്ക് ഓരോ നിയമങ്ങളും നമുക്ക് പ്രകൃതിയെ കീഴടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ കീഴടക്കാൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരണ്ടായിട്ട് വന്നത്. പ്രകൃതിയെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നമ്മൾ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് പ്രകൃതിയെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കും, നമ്മളെ കൊണ്ട് സാധിക്കില്ല. തിരിച്ചും നമ്മൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവസാനം എങ്ങും എത്താതെ കണ്ട് വീണ്ടും 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 ജനിക്കേണ്ടതായിട്ട് നമുക്ക് വരികയാണ്. ആ ചക്രത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക. അതൊരു ഒരു വഴി മാത്രമേ ഉള്ളൂ. കലിയുഗത്തെ എല്ലാ ദുഷ്പ്രവൃത്തികളും ഉണ്ടെങ്കിൽ തന്നെയും ആചാര്യന്മാർ പറയുന്നത് നല്ലൊരു കാര്യം ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് എന്താണെന്ന് അറിയാമോ? നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമം ജപിക്കാൻ. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രതിവിധി അത് മതി എന്നാണ് പറയുന്നത്. ഈ 12 നോക്കാം. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. വിവർത്തനശീല പ്രഭാതികേ ഹേ ഭാരതശ്രേഷ്ഠ, അതിയായ ആസക്തി, പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടങ്ങാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. കണ്ടില്ലേ? രജോ ഗുണത്തിലാവുമ്പോൾ നമുക്ക് മതിയാവില്ല. എന്ത് കിട്ടിയാലും മതിയാവില്ല. വീണ്ടും 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 അതിനെ പെരുപ്പിക്കാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ 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 ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ ആഗ്രഹമില്ലാതെ, നമ്മൾ ഇച്ഛയില്ലാതെ നമുക്ക് ഒരു അവസരം ഉണ്ടാവുന്നില്ല. എന്ത് കിട്ടിയാലും അത് പോരാന്നുള്ള ചിന്തയാണ് രജോ ഗുണത്തിൽ നമുക്ക് വരുന്നത്. രജോ ഗുണ സ്വഭാവം തനിക്ക് കിട്ടിയുള്ള നമ്മള് സാമ്പത്തികമായിട്ട് മാത്രം നോക്കിയാൽ പോരാ. നമ്മളുടെ നില, നമ്മളുടെ അവസ്ഥ, നമ്മുടെ സമൂഹത്തിലുള്ള നമ്മൾ പേരും പെരുമയും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ അത് കീപ്പപ്പ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കണം. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതനുസരിച്ചുള്ള അച്ചടക്കത്തോടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോ തനിക്ക് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് രജോ ഗുണത്തിലുള്ളവനെ അത് കൊട്ടാരം പോലെ ആക്കണം എന്നായിരിക്കും അവന്റെ വിചാരം. ഒരു കുടിലുണ്ടായാലും നമുക്ക് അതിൽ ജീവിക്കാം. പക്ഷെ അവൻ കുടിലാണ്, അവൻ വീടുണ്ടാക്കാൻ പോകും. വീടുണ്ടാക്കുമ്പോൾ കൊട്ടാരം പോലെ 4 ബെഡ്റൂം ഉള്ളത്, അല്ലെങ്കിൽ 5 ബെഡ്റൂം, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ചിന്താഗതികളായിരിക്കും അവന് ഈ രജോ ഗുണത്തിലുള്ളവർ. അതേസമയം സത്യമാണെങ്കിൽ ഒരു കൂര കിട്ടിയാലും
അതായാലും നമുക്ക് മതി, അതിൽ കിടന്നുറങ്ങാൻ ധാരാളം മതി എന്നുള്ള ചിന്ത അവനുണ്ടാവും. അവന്റെ അവസ്ഥ അനുസരിച്ച് അവൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് പറയണത്. 13 അപ്രകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വേണ്ടാന്നല്ല പറയുന്നത് കേട്ടോ. ഇതൊന്നും നമ്മൾ വേണ്ട വീടുണ്ടാക്കണ്ടെന്നോ അല്ലെങ്കിൽ 4 ബെഡ്റൂം വേണ്ടെന്നോ അല്ല പറയുന്നത്. നമ്മളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഉദ്ദേശം ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക, കൃഷ്ണപ്രേമം നേടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അവസാനത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കുക, ഭഗവാന്റെ പ്രേമം സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വരുന്നതിന് അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് 4 നിലയിലെ കെട്ടിടം പണിയണ്ടെന്ന് ഒന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ സേവിക്കാൻ ഒരു അവസരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാം. അനുകൂലമായത് മാത്രം നമ്മൾ സ്വീകരിക്കാം, അനുകൂലമല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് ശരിയായ ഒരു കൺട്രോളോടുകൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. 13 തസ്മേ താനി തമസേ താനി ജായന്തേ വിവൃദ്ധ കുരുനന്ദന. തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത ജോലി ചെയ്യാണ്ടിരിക്കുക, മടി, പ്രമാദം വരിക, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. തേജസ്സില്ലാത്തടത്ത് ജ്ഞാനമില്ല. താമസ സ്വഭാവി നിയന്ത്രിത തത്വം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്ന. അവന് തന്നിഷ്ടം പോലെയാണ്, അവൻ ഇന്നത് ചെയ്യാവുന്നില്ല. അതാണ് അവന് തമോ ഗുണത്തിന്റെ ഇത്. ബോധാവസ്ഥയിലാണെങ്കിലും ഇക്കൂട്ടം ജീവിതം കർമ്മരഹിതമാണ്. ഇതാണ് താമസ സ്വഭാവിയുടെ ലക്ഷണം. അതിൽ നിന്ന് നമ്മൾ ഒഴിവാവണം. 14 യഥാ സ്വത്തെ പ്രവൃത്തിയതോ പ്രളയം യാതി ദേഹഭൃത് തതോ തമവിധാൻ ലോകാൻ അമലാൻ പ്രതിബദ്ധ്യതേ. വിവർത്തനം ശീല പ്രഭാതിക. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാർ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു. സാത്വിക സ്വാഭാവികം ചെയ്യും. സത്വഗുണത്തിന് മേലുള്ള ഒരു ശരീരം വെടിയുമ്പോൾ അവർ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഗുണം അനുസരിച്ച് അവർക്ക് ഉപരി ലോകങ്ങളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. മനസ്സിലായോ? അതേസമയം തമോ ഗുണത്തിൽ, രജോ ഗുണത്തിലാണെങ്കിൽ വീണ്ടും ഈ ലോകത്തിൽ തന്നെ ഈ ദുഃഖാലയം അശാശ്വതമായിട്ട് ഈ ലോകത്തിനെ പറയുന്നത് ഭാഗവതം പറയാൻ ദുഃഖാലയം അശാശ്വതം. ശാശ്വതമല്ല, ദുഃഖം നിറഞ്ഞതാണ്. ഇതിലേക്ക് വീണ്ടും നമുക്ക് ഈ രജോ ഗുണക്കാർക്ക് ജനിക്കേണ്ടതായിട്ട് വരും. അത് മനുഷ്യരായിട്ട് ജനിച്ച് വീണ്ടും ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. തമോ ഗുണത്തിനാണെങ്കിലോ അന്ധകാരം പാതാളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള താഴെയുള്ള ലോകങ്ങളിലോ അല്ലെങ്കിൽ മൃഗങ്ങളായിട്ടോ അല്ലെങ്കിൽ വൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇതിലേക്ക് അവർക്ക് വീണ് പോകേണ്ടതായിട്ട് വരുന്നവരാണ്. സത്വഗുണ സമ്പന്നം ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായ ആനന്ദം അനുഭവിക്കും. അമലാൻ എന്ന പദം ഇവിടെ പ്രസക്തമാണ്. രജസ്തമോ ഗുണങ്ങൾ തീണ്ടാത്തതെന്നാണ് അതിന്റെ അർത്ഥം. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പരിശുദ്ധമായ സത്വഗുണമാണ്. ഭൗതിക ലോകം മാലിന്യം നിറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു, ദുഃഖാലയം അശാശ്വതം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ മരിക്കുന്നു ഋഷിവര്യന്മാരും ഭക്തന്മാരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വർഗലോകമല്ല, അതിനു മേലെയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഇനി 15 നോക്കാം. രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. വിവർത്തനം ശീല പ്രഭാതിക്ക്. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലം ഉദ്ദേശിച്ച കർമ്മം ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരായിട്ട് മൃഗങ്ങളായിട്ടാണ് പിറക്കുക. അപ്പൊ രജോ ഗുണത്തിലായ വീണ്ടും ഈ നമ്മൾ അധ്വാനം ചെയ്യുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ ജനിക്കേണ്ടതായിട്ട് വരും. ഫലം ഉദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്യുന്ന അവരുടെ ഇടയിൽ ജനിക്കേണ്ടതായിട്ട് വരും. കാരണം ചെയ്യാൻ ഉപരി ലോകത്തിൽ പോകാൻ അവനായിട്ടില്ല, അവൻ രജോ ഗുണത്തിൽ തന്നെയാണ്. അതേസമയം തമോ ഗുണത്തിലുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞു മൃഗങ്ങളായിട്ടോ വൃക്ഷങ്ങളായിട്ടോ അങ്ങനെയൊക്കെ ജനിക്കേണ്ടതായിട്ട് വരും. കാരണം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തോട്ടില് ഒരു വൃത്തിയുടെ തോട്, ഒരു കാന, ആ കാനയിൽ ഒരു പുഴു കിടക്കുന്നുണ്ട്. ആ പുഴുവിന്റെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പുഴു എത്ര കാലമായിട്ട് അത് അവിടെ കിടക്കുന്നുണ്ടെന്ന് അവനും അറിയില്ല, നമുക്കും അറിയില്ല. ഇനി ആ പുഴുവിന്റെ ശരീരത്തിലും പരമാത്മാവും ഉണ്ട്, ജീവാത്മാവും ഉണ്ട്, ഇല്ലേ? അപ്പൊ ഇവന് ഇനി എത്ര പരിണാമം കഴിഞ്ഞിട്ടായിരിക്കും അവനൊരു മനുഷ്യജന്മം കിട്ടണമെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ 84 ലക്ഷം ജീവവർഗങ്ങളിൽ കൂടി കറങ്ങി വേണം
അവന് മനുഷ്യജന്മം കിട്ടാനായിട്ട്. അപ്പൊ ആ പുഴുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നമ്മള്. അപ്പൊ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് വളരെ ദുർലഭമാണ്, വളരെ 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 ദുർലഭമാണ്. അത് മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ഈ ജന്മം പാഴാക്കി കളയാനുള്ളതല്ല. കുടിച്ചും മതിച്ചും നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിച്ചും നമ്മളുടെ ജീവിതം കളയാനുള്ളതല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത, ഭാഗവതമൊക്കെ വായിക്കണം എന്ന് പറയുന്നത്. ഭഗവത്ഗീത ഒരു മാനുവലാണ്, നമുക്ക് എങ്ങനെ ജീവിക്കണം, എന്താണ് അതിന്റെ സത്ത എന്താണെന്ന് നമുക്ക് ഭഗവത്ഗീത നമുക്ക് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ വള്ളിമുള്ളി മാറ്റം ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ നമുക്ക് വിഴുങ്ങാം, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാകാം. അത് പറഞ്ഞു തരാൻ പറ്റിയ ആചാര്യന്മാരിൽ നിന്നും വേണം അത് കേൾക്കാനായിട്ട്. ഇതേപോലുള്ള സത്സംഗത്തിലൊക്കെ വന്ന് സീനിയർ ആയിട്ടുള്ള ഭക്തഗണങ്ങളുണ്ട്, അവരുടെ വായിൽ നിന്ന് ഇത് കേൾക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റിപ്പോവാനുള്ള സാധ്യത ധാരാളമാണ്. അപ്പൊ ഇവിടെ പറയുന്നതാണ്. അപ്പൊ ഞാൻ ഈ കൃമിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പുണ്യം ചെയ്ത ആത്മാക്കളാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് പട്ടിയായിട്ട് ജനിച്ചില്ല, പൂച്ചയായിട്ട് ജനിച്ചില്ല? അപ്പൊ അതിനപ്പുറം നിങ്ങള് കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ എങ്ങനെയായാലും അതിന്റെ മുമ്പുള്ള ജന്മത്തിലായിരിക്കാം, അതിന് മുമ്പായിരിക്കാം. ടൈമിംഗ് മെമ്മോറിയൽ എന്ന് പറയും. ജന്മാന്തരം മുമ്പ് നമ്മൾ ചെയ്ത കർമ്മഫലത്തിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യജന്മം നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് നശിപ്പിച്ചു കളയുന്നത് ശരിയാണോ? ഇനി അടുത്ത ജന്മം നമുക്ക് മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ ഈ ജന്മത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലനം ആയിരിക്കും നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ജന്മം മനുഷ്യനായിട്ട് കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല അതിന് താഴെ പോകാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എത്ര വർഷം ഉണ്ടായാലും ഭഗവാൻ പറയുന്ന ഒരു പ്രാവശ്യം നാമം ജപിച്ചാൽ മതി എന്നാണ്. എന്റെ നാമം ഒരാൾ ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ സർവധർമ്മൻ പരിത്യജ്യ, ഞാൻ അവനെ സംരക്ഷിച്ചോളാം എന്ന് ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മാതാജി പറഞ്ഞില്ലേ 18-66 സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്ന് ഇത്രയും ഗ്യാരണ്ടി തരുന്ന ആരുണ്ട് ഇവിടെ? ഇത്രയും ഗ്യാരണ്ടിയോടുകൂടി ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ഇത് മാത്രമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞ ഈ ഭഗവത്ഗീതയെ നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹം പറയുന്നതും അദ്ദേഹം ഉപദേശിക്കുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. അത് കൃഷ്ണ ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് ആ ഉപദേശവും ഭഗവാൻ തന്നെയാണ്. അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രജോ ഗുണത്തോടെയാണ് നോക്കുന്നതെങ്കിൽ ഫലം ഉദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരായിട്ട് മൃഗങ്ങളായിട്ടാണ് പിറക്കുക. ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ് ഞാൻ. 16 കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസ്വസ്തുഫലം ദുഃഖം അജ്ഞാനം താമസഫലം വിവർത്തനശീല പ്രഭാതിക്ക്. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. ഇനി അതിനെ വിവരിച്ച് പറയാനൊന്നുമില്ല. അത് സ്പഷ്ടമാണ്. കാരണം ഭഗവാനാണ് പറഞ്ഞു തന്നത്. ഇപ്പൊ ഈ നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ എത്ര പ്രാവശ്യം ഇത് എടുത്ത് പറയുന്നുണ്ട്. കാരണം അതിനെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നത്. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്. സാത്വിക രജോ ഗുണത്തിന്റെ പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രജോ ഗുണത്തില് ചെയ്യുന്ന പ്രവൃത്തി ആദ്യം നമുക്ക് സുഖം തരുന്നുണ്ടെങ്കിലും അവസാനം ദുഃഖമായിരിക്കും. സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധമാണ്. തന്മൂലം മോഹമുക്തരായ ഋഷികൾ സന്തുഷ്ടരാണ്. ഈ ഋഷികളൊക്കെ എങ്ങനെയാ മോക്ഷം നേടിപ്പോയത്? അവർ ഇതേപോലെയുള്ള ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ടാണ് അവർക്ക് പോകാൻ സാധിച്ചത്. സത്വഗുണത്തിന് മേലെയാണ് അവർ നിൽക്കുന്നത്. അപ്പോ രജോഗുണ പ്രേരിതങ്ങളായ കർമ്മ തികച്ചും ദുഃഖകരങ്ങളാണ്. ഭഗവത്ഗീത ഈ വീട് അല്ലെങ്കിൽ ഈ സമ്പത്ത് എന്റേതാണെന്ന് എല്ലാവരും മാനസിക ആഹ്ലാദം ഉണ്ടായേക്കാം. യഥാർത്ഥമായ ആനന്ദമല്ല ഇത്. ഞാനിപ്പോ ഒരു വലിയൊരു ബിൽഡിങ് കിട്ടി, അതില് എത്ര പേരുടെ കഠിനാധ്വാനം ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഒരാളോ രണ്ടാളോ അല്ല, എത്ര പേരുടെ കഠിനാധ്വാനം ഉണ്ട്. പൈസ ഞാൻ സമ്പാദിച്ചാണ്, ഞാൻ അധ്വാനിച്ചിട്ടല്ലേ ഉണ്ടായത്, വെറുതെ കിട്ടിയതല്ലോ. അധ്വാനം എത്ര കണ്ട് അധ്വാനിച്ചിട്ടായിരിക്കും ആ കോടിക്കണക്കിന് കാശ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ പ്രവർത്തിക്കുന്ന അവർക്കും
അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടാണ് അവരും ചെയ്യുന്നത് ഓരോ പ്രവൃത്തിയും. അങ്ങനെ ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു മണിമാളിക നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം എന്തുണ്ടായി? അതിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഇത് എന്റേതാണെന്ന് പറയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടത്തേ ഉള്ളൂ. അത് ശാശ്വതമാണോ? ശാശ്വതമല്ല. ഇന്നലെ ഈ നാളെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. പിന്നെ അപ്പൊ എവിടെയുണ്ട് എന്റേതെന്ന് പറയാൻ? എവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ പുറമൂച്ചിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തൂല. നമ്മള് ഇത് അനശ്വരമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ഭൂമി എന്ന് പറയുന്നത് അനശ്വരമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാവും. ഈ തമോ ഗുണത്തിന്റെ കാര്യം, തമോ ഗുണത്തിൽ പ്രേരിതനായി പ്രവർത്തിക്കുന്ന ആ മൂഢനാണ്. അതേ കാരണത്താൽ എല്ലാ കർമ്മങ്ങളും ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അതങ്ങനെ. ഇനി 17. പിന്നെ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ എന്താ പറയാ, ഒരാളെ ഉപദ്രവിച്ചു നിൽക്കട്ടെ. ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ അതിന്റെ ഉപദ്രവം അനുഭവിക്കാനായിട്ട് നമുക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്ന ഭാഗവതം പറയുന്നു ഇവിടെ. അതാണ് സർക്കാർ. ഇപ്പൊ സർക്കാർ ഒരാള് വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ സർക്കാർ എന്താ ചെയ്യണേ? ആ കൊന്നാളെയും ശിക്ഷിക്കണം, തൂക്കിക്കൊല്ലാൻ വിധിക്കണം. കാരണം എന്താണെന്നറിയാമോ? അതോടുകൂടി അയാളുടെ ആ പാപം തീരുകയാണ്. ഞാൻ ഒരാളെ കൊന്നു, അതിന്റെ പാപം ഞാൻ അവിടെ അവിടെ തീർക്കണം. അല്ലെങ്കിൽ എന്തുവരും ഇതനുസരിച്ച് ഇതിന്റെ ആ പാപപ്രതി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് സർക്കാർ ഇന്നത്തെ സർക്കാരല്ല, അന്നത്തെ രാജഭരണത്തില് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കിലേറ്റി കൊല്ലുക എന്നുള്ളതാണ്. അതാണ് നിയമം. അങ്ങനെയാണ്. അതിന്റെ അനന്തരഫലം അയാളെ അനുഭവിച്ചേ പറ്റൂ. ജിഹ്വാ സംതൃപ്തിക്ക് വേണ്ടി മൃഗങ്ങളെ ഹിംസിക്കുന്ന ഏറ്റവും കടുത്ത അജ്ഞതയാണ്. മനുഷ്യൻ മൃഗങ്ങളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈശ്വരദത്തങ്ങളായ വളരെയധികം നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ, എന്നിട്ടും മാംസഭക്ഷണത്തിൽ ആസക്തമാകുന്നത് അജ്ഞാനത്താൽ തന്നെയെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോ പശുവിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 7 അമ്മമാരുണ്ടെന്നാ പറയുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് 7 അമ്മമാരുണ്ട്. അതിലൊന്നാണ് പശു. കാരണം നമുക്ക് പശു പാല് തരുന്നു. കുട്ടിക്ക് പാല് കുടിക്കാൻ പശുവിൻ്റെതാണ്. അതുകൊണ്ട് ആ പാല് കുടിക്കുന്നതുകൊണ്ട് പശുവിനെ നമ്മൾ അമ്മയായിട്ട് കാണുന്നു. 7 അമ്മമാരുണ്ട്. പറയാൻ അറിയാനായിട്ടല്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അതേപോലെ പിന്നെ അതേ ഇതിൽ തന്നെ പറയുന്നു ബ്രാഹ്മണരെ സംരക്ഷിക്കണമെന്ന്. പഴയ രാജാക്കന്മാർ ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിനെ നല്ല രീതിയിൽ ഗമിക്കാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് സാധിക്കുമായിരുന്നു. ബ്രാഹ്മണരുടെ ഉപദേശം സ്വീകരിച്ചും കൊണ്ടാണ് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. കാരണം ചെയ്യാൻ ബ്രാഹ്മണർ എപ്പോഴും വിനയാന്വിതന്മാരായിരിക്കും. അവര് മറ്റുള്ള ചിന്താഗതികൾ അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബ്രാഹ്മണൻ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കാം. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. അത് അന്ന് കാലങ്ങളിലാണെങ്കിൽ അത് ഒരു ബ്രാഹ്മണൻ നാട്ടിൽ ബ്രാഹ്മണന്മാരുണ്ടാവും. അവരോട് പറയും. അവര് അതിന് ഒരു സൊല്യൂഷൻ അവർ കണ്ടുവയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? അവർ വിനയാന്വിതനായിട്ട് അത് മറ്റുള്ളവർക്ക് ദോഷം ഇല്ലാത്ത രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അവർ അതിനൊരു സൊല്യൂഷൻ അങ്ങനെയായിരിക്കും കാണുന്നത്. അതേസമയം രജോ ഗുണത്തിലുള്ളതാണെങ്കിലോ, രജോ ഗുണ കടാ പിടിയുന്ന അങ്ങനെ ഇങ്ങനെ അതിന് സൊല്യൂഷൻ അതവിടെ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് അവരുടെ സൊല്യൂഷൻ. അതേസമയം വൈശ്യനാണെങ്കിൽ ഞാനിത് ചെയ്യാം, എനിക്ക് എന്ത് ലാഭം കിട്ടും? വൈശ്യന്റെ സ്വഭാവം അതാണ്, അല്ലെ? വൈശ്യൻ അങ്ങനെ ചിന്തിക്കും, ഇത് ഞാൻ ചെയ്തു തന്നെ എനിക്ക് എന്ത് കിട്ടും? അതേസമയം ശൂദ്രനാണെങ്കിലോ, 2 ആയാലും അവന് കുഴപ്പമില്ല, എങ്ങനെയായാലും ആയിക്കോട്ടെ എന്നാണ്. അപ്പൊ അതാണ്, അങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യഭരണം. അതുകൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം നന്നായിട്ട് മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ രാവിലെ ഞാൻ എണീറ്റും പുറത്തേക്ക് നോക്കുമ്പോൾ അയൽവക്കക്കാരനെ കണ്ടു, ഇന്നത്തെ ദിവസം പോയി, ഇന്ന് അവനെയാണ് ഞാൻ കണിയേണ്ടത് എന്ന് പ്രാഗിക്കൊണ്ടായിരിക്കും നമ്മൾ എണീറ്റ് വരുന്നത്. പക്ഷെ അവൻ ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കാം. നമ്മുടെ മനസ്സിൽ നമുക്ക് അവനോട് ഒരു വിഷമം ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കലിയുഗത്തിന് 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് 4,27,000 വർഷം ഇനി ബാക്കി കിടക്കുകയാണ്. അത് നമ്മൾ അനുഭവിക്കാൻ നമ്മൾ ഇവിടെ തന്നെ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും അഭേദകാംക്ഷിയാണ്. ലോകത്തിനും മാനവ സമൂഹദാനത്തിന് തന്നെയും
അഭ്യുതകാംക്ഷയാണ്. ഈ സ്തുതിയിൽ പശുക്കളെയും ബ്രാഹ്മണരുടെയും സംരക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഹാരത്തിന് മുട്ടുവരില്ല. അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് ബ്രാഹ്മണൻ നമുക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നമുക്ക് തരും. 17 സത്വാൽമസംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവജ പ്രമാദമോഹ തമസോ ഭവതോ ജ്ഞാനമേവജ. വിവർത്തനം ചെയ്ത പ്രവാദി. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായി ജ്ഞാനവും തമസിൽ നിന്നും ലോഭവും രജസിൽ നിന്നും ലോഭവും തമസിൽ നിന്നും പ്രമാദവും മോഹവും മൗഢ്യവും എന്നിവയും ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതാണ് ഈ ഗുണത്തിന്റെ ദോഷം. ആധുനിക സംസ്കാരം ജീവസത്തക്കൾ വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണബോധം സ്വീകരിക്കാൻ ഇങ്ങനെയുള്ള ഈ കലിയുഗത്തില് നമ്മൾ ആധുനികമാണ്, നമ്മൾ മുന്നോട്ട് വളരെയധികം പുരോഗമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഒരു കാര്യം അവർക്ക് ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവർ പറയും ഇന്ന രീതിയിൽ ചെയ്ത് ഇന്ന രീതിയിൽ ഉണ്ടാവാം എന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന രീതിയിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതാണ് അവസ്ഥ. അപ്പൊ ഇവിടെ നമ്മുടെ ശാസ്ത്രപ്രകാരം അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട ഇന്ന കാര്യങ്ങളാണ്. എന്നത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം നമുക്കുണ്ടാവും. ഉദാഹരണമായി ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തെ അതേ ജീവികളെ കൊല്ലപ്പെടുന്നു സത്യം തമോ ഗുണ ബാധികർ മനസ്സിലാക്കുന്നില്ല. ഒരു ജന്തുവിനെ കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ജന്മം ആ ജന്തുവായിട്ട് ജനിച്ചിട്ട് ആ ജന്തു മനുഷ്യനായിട്ട് വന്നിട്ട് നമ്മളെ കൊല്ലുമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. 18 നോക്കാം. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസ. സാത്വിക സ്വാഭാവിക പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. സാത്വിക സ്വാഭാവിക ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിബന്ധിക്കുകയും ചെയ്യുന്നു. സാത്വിക സ്വാഭാവിക സത്വഗുണത്തിന് മേലെയുള്ള ആൾക്കാരുടെ കഥയാണ് ഈ പറയുന്നത്. ത്രിഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ഫലം എന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായി വിവരിക്കുന്നു. സ്വർഗീയ ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഉപരി ഗ്രഹവ്യൂഹമുണ്ട്. സമുത്കൃഷ്ടമായ ജീവാത്മാക്കളാണ് അവിടെ വസിക്കുന്നത്. സത്വഗുണത്തിന്റെ വളർച്ചയുടെ ആ തോതനുസരിച്ച് ജീവസത്തയ്ക്ക് ആ വ്യൂഹത്തിലെ പല ഗ്രഹങ്ങളിലേക്കും ഉയരാം. ഇവയിൽ സത്വലോകമെന്നോ ബ്രഹ്മലോകമെന്നോ സർവോത്കൃഷ്ടം ഇതൊക്കെ അവിടെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതേസമയം രജോ ഗുണത്തിന് സമ്മിശ്രമാണ്. സത്വ തമസ്സുകൾക്കിടയിൽ നിൽക്കുന്നു. അത് ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. ശുദ്ധരാജസ സ്വഭാവയായ ഒരാൾ ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയുള്ളൂ. പിന്നെ അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചമെന്ന് പറയപ്പെടുന്നു. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപത്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും അധമമായ തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവവർഗങ്ങളുണ്ട്. 4 ലക്ഷമാണ് മനുഷ്യവർഗങ്ങള്. 80 ലക്ഷം ജീവവർഗങ്ങൾ നമ്മളെ താഴെയാണ്. മനസ്സിലാക്കിയുള്ളൂ. 4 ലക്ഷം ജീവവർഗങ്ങളാണ് മനുഷ്യരുള്ളത്. 4 ലക്ഷം ജീവവർഗങ്ങൾ ആണും പെണ്ണെന്ന് മാത്രമല്ല, അതിൽ പല കാറ്റഗറിയിലുണ്ട്. അതെ 4 ലക്ഷമാണ് അതിൽ പെടുന്നത്. അപ്പൊ ഈ 80 ലക്ഷത്തിന്റെ വീണ്ടും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം, ജനിച്ചും മരിച്ചും ഇനി എന്നാണാവോ നമുക്കൊരു മനുഷ്യജന്മം കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. രജസ് തമോ സ്വാഭാവിക സത്വഗുണത്തിലേക്ക് ഉയരാൻ ഒരു അവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാബോധം. ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാൻ അതിന് വേറൊരു ഉപാധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൃഷ്ണാബോധത്തില് ഭഗവത് സേവനം ചെയ്യാം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമ ശ്രേണിയിൽ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് നമ്മള് കളയാതെ കൊണ്ട് ഇന്നു മുതലെങ്കിലും ഇന്നും ഒരു പ്രതിജ്ഞ എടുക്കുക. ഇന്നു മുതൽ ഞാൻ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും ഇന്ന് നമ്മൾ ദൃഢമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് നമ്മളുടെ ഏത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നുള്ള. ഇപ്പൊ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളും ഇതങ്ങളൊക്കെ ഓരോ ദിവസം നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരില്ല. കാരണം നാളെ എന്ത് സംഭവിക്കും, നാളത്തെ എന്തെല്ലാം കാര്യങ്ങൾ എന്റെ തലയിലുണ്ട്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ഈ ഭക്തിവിധ ഭഗവത് സേവനത്തിൽ വരികയാണ്. ഭഗവാന്റെ നാമജപം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഈ നാമജപത്തിൽ കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭഗവത്ഗീത അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. 19 നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനു പശ്യതി ഗുണേഭ്യ പരം വേത്തി ഭാവം സോതി ഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് മനസ്സിലാക്കാം. അതാണ് കാരണം ഈ പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ ഏത് ഗുണമാണ് നമ്മൾ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം. ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്യുന്നവൻ എന്റെ ആധ്യാത്മിക പ്രകൃതി പ്രാപിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ഭഗവാനെ പറ്റി സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് സമയം പറയാല്. ഇനി 20 ഗുണാനീതാനിത്രേൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖ വിമുക്താമൃതമശ്നുതേ. ശരീരബന്ധികളായി ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ അതിന് 3, 5, 6 തലങ്ങളുണ്ട്. ഗർഭം ധരിക്കുക, ഗർഭം ധരിച്ചതിന് ശേഷം ജനിക്കുക, ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് വളരുക, വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഉൽപാദനങ്ങൾ, കുട്ടികള്, അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾക്ക് ക്ഷീണമായി തുടങ്ങും. ക്ഷീണിച്ച് അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമുക്ക് മരണം. ഈ 6 സ്റ്റേജ് നമുക്ക് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജനനം, മരണം, വാർദ്ധക്യം ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് ഭഗവാനെ സേവിക്കാതെ നിവൃത്തിയില്ല. ശരീരത്തെ തന്നെ തികഞ്ഞ കൃഷ്ണാബോധത്തോടെ അതീന്ദ്രിയ അവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. അത് നിങ്ങൾ ആ ശ്ലോകം വായിച്ചൊന്നുകൂടി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. 21 അർജുനവാച കൈർലിംഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ ഹിമാചാര്യകഥം ചെയ്താൻ ശ്രീഗുണാനതി വർത്തതെ. അർജുനൻ ചോദിച്ചു, പ്രഭോ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഈ ഗുണങ്ങളെ അതിക്രമിച്ച അവന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അവൻ പെരുമാറുന്നത്, എങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, പ്രകാശം ച പ്രവൃത്തി ച മോഹമേവ ച പാണ്ഡവ നദ്വേഷി സംപ്രവൃത്താനി നമരിത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണയോ ന ജാല്യതേ ഗുണാവർത്തന്ത ഇത്യേവ യോവതിഷ്ഠന്തി നേംഗതേ സമസുഖദുഃഖസ്തുസ്ഥ സമലോഷ്ടാത്മ കാഞ്ചന തുല്യ പ്രിയാപ്രിയോ ധീരസ്തുല്യ നിന്ദാത്മ സംസ്തുതി മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാദി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സൗച്യത. ഇതൊക്കെ ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ ഒന്ന് വായിച്ച് കേട്ടോളൂ, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാക്കുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതികൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനം ഒരു അകൽച്ച, ഉദാസീനം അവയ്ക്ക് അതീതനം ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായ സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ സുഖം ദുഃഖം തുല്യമായിട്ട് കാണുന്നുവോ, ആരുടെ ദൃശ്യം മണ്ണാങ്കട്ടയും കല്ലും പൊന്നും ഒരേപോലെ വ്യത്യസ്തമല്ലാതെയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അവമാനത്തിലും സമചിത്തനും ശത്രുമിത്രാദി ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ആർജിക്കണം. എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വന്ദ്ഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കണം. സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് മാറി ഒരേപോലെ ഇതൊക്കെ ആഗമാപായിനോ നിത്യസ്, ഇത് വരും പോവും, അതിനെപ്പറ്റി നമുക്ക് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുന്നത്, ഗുണാതീതൻ എന്ന് പറയുന്നത്. ഇനി 26 മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമിതൈത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. അപ്പോ ഈ ഗുണങ്ങളെ അതിക്രമിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയവും കൂടാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും ചെയ്തുകൊണ്ടിരുന്നാൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. മനസ്സിലായോ? ഇതാണ്. ഇനി 27 ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖസൈകാന്തികസ്യ. വിവർത്തനം പറയുന്ന അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, ഈ ബ്രഹ്മത്തിനെ പറ്റി ഭഗവാനെ 3 തലത്തിലാണ് നമ്മൾ കാണുന്നത്. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ.
അതിനെ നമുക്ക് ഒരു ക്ലാസ് കൊണ്ടും മതിയാവില്ല. അത്രയും ഒരു വലിയൊരു സബ്ജക്റ്റാണ് അത്. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. അതെട്ടോ. അപ്പൊ ഈ ബ്രഹ്മത്തിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഗുണാതീതനാവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ എന്തുണ്ടാവും? നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ സംസാരം, നമ്മളുടെ മറ്റുള്ളവരുള്ള എല്ലാം തന്നെ എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ സത്വഗുണത്തിന് മേലെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമാധാനത്തോടുകൂടിയുള്ള ഒരു മാന്യമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. 9 കാര്യങ്ങളാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താം, പ്രീതിപ്പെടുത്താം. ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? ഒന്നും വേണ്ട. ഒരു മണ്ണാങ്കട്ടിയും നമുക്ക് വേണ്ട. ധ്രുവ മഹാരാജ് പറഞ്ഞത്, അദ്ദേഹം തപസ് ചെയ്ത് ഭഗവാൻ മുന്നിൽ വന്നപ്പോ, ഞാൻ ഇത്രയും കാലം 6 മാസം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ധ്യാനത്തിൽ മുഴുകിയിരുന്നിട്ട് ഞാൻ വെറും ഒരു കുപ്പിച്ചില്ലിന്റെ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന്. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ മുന്നിൽ വന്ന് നിന്നപ്പോ മറ്റൊന്നിനൊന്നും ഒരു വിലയില്ലാണ്ടായി. ഭഗവാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. പിന്നെ എനിക്കിനി എന്താ വേണ്ടേ? 6 വയസ്സുള്ള കുട്ടിയാണ് ഈ പറയണേ. അപ്പൊ നമ്മൾ ഈ മണ്ണാങ്കട്ടയ്ക്കും കുപ്പിച്ചില്ലിനും വേണ്ടി ആവരുത് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് ചെറിയ ഒരു ഭഗവത്ഗീതയിൽ നിന്ന് ഒരു വാക്ക് വായിക്കും നിങ്ങൾ ഒരു ദിവസം. ഭഗവത്ഗീതയിൽ നിന്ന് ഒരു അക്ഷരം വായിക്കൂ, അല്ലെങ്കിൽ ഒരു വാചകം വായിക്കൂ, അല്ലെങ്കിൽ ഒരു ശ്ലോകം വായിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാവും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയുകൊണ്ട് ഗുണമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് കേട്ട് പോയിട്ട് കാര്യമില്ല. സംശയങ്ങൾ പിന്നെ നാളെ വരുമ്പോഴെങ്കിലും ചോദിക്കാം. ഇന്നെ പ്രഭു വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ട്, അതെങ്ങനെ ദൂരീകരിക്കാൻ സാധിക്കും? ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ ജെന്യുവിനാണ് നമ്മൾ ചോദിക്കുന്നത്. ആത്മാർത്ഥമായി ചോദിക്കാൻ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്രയും പ്യുവറാണോ അത്? അതിന് ഉത്തരം നമ്മൾ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം സംശയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭഗവത്ഗീത ഒന്നും മനസ്സിലാവില്ല. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് ഇവിടെ നിർത്താം. കുറച്ച് സമയം അതിക്രമിച്ചു. എന്നിരുന്നാലും ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതിനൊക്കെ സമയമുണ്ട് കേട്ടോ. അത് ഒരു പ്രശ്നമില്ല. ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ, ഹരിബോൾ. ചോദ്യം ചോദിക്കാം. എന്ത് സംശയമുണ്ട്? സമയം നമുക്ക് നോക്കണ്ട. സമയം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാർന്ന് തിന്നുമ്പോഴെങ്കിലും നമ്മൾക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ആ സമയം ഉപയോഗിക്കണമെങ്കിൽ എത്ര കണ്ട് നല്ലതാണെന്ന് ആലോചിച്ച് നോക്കുമോ. ഈ എന്താണ് ഈ ഗുണത്തിനും മേലെ നമുക്ക് പോകാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ. സംശയം ചോദിക്കൂ. ഞാൻ പലരുടെയും സംശയങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആരും ചോദിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം സ്വാമിജി. പറയൂ. ഞാൻ സ്വാമിയൊന്നും നരോത്തമ കൃഷ്ണദാസ്, ഇത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മള് സാത്വിക ഗുണങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഈ സത്വഗുണത്തില് ഈശ്വര പ്രാർത്ഥന സത്വഗുണത്തിൽ വരുന്നതാണോ അതിന്റെ മുകളിലുള്ളതാണോ ആ അവസ്ഥ? പ്രാർത്ഥന നമ്മൾ തമോ ഗുണത്തിൽ നിന്ന് തന്നെ തുടങ്ങും. തമോ ഗുണത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴല്ലേ നമ്മൾ മേലോട്ട് പോണത്. ഭഗവത് സേവനം എവിടെയും ചെയ്യാം. ഈവൻ നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴും കുളിക്കുമ്പോഴും നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് സ്ത്രീകള്, ആ സ്ത്രീകളുടെ എല്ലാ അവസ്ഥയിലും നമുക്ക് നാമം ജപിക്കാം. സംശയം വേണ്ട. അതല്ല പ്രഭു എന്റെ സംശയം. ഇത് സാത്വിക ഗുണത്തിൽ പെടുന്നതാണോ അതിന്റെ ഉപരിയുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. നാമജപം, ഈശ്വര ചിന്ത, നമ്മൾ ചെയ്യുന്ന പൂജാ കർമ്മങ്ങള് ഒക്കെ സാത്വിക കർമ്മത്തിലും മുകളിലുള്ളതാണോ? അതിൽ വരണം നമ്മള്. അത് തുടങ്ങുമ്പോ നമ്മള് ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വലിയൊരു കള്ളനാണ്. എനിക്ക് കളവാണ് എന്റെ ജോലി. രാത്രിയായാൽ പോവും, കക്കും. എനിക്ക് ഭക്തിയുത ഭഗവത് സേവനത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ കളവ് നിർത്തിയിട്ട് എനിക്ക് വരാൻ പറ്റുമോ? കളവുണ്ടാവും, കളവ് നടക്കും. എന്നിരുന്നാലും അപ്പോഴും ഞാൻ ഭഗവാനെ പറ്റി ചിന്തിക്കും, ഭഗവാന്റെ നാമം ജപിക്കാൻ ശ്രമിക്കും, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി ഞാൻ ചെയ്യും. അല്ലാണ്ട് ഈ കളവ് നിർത്തിയിട്ട് കള്ളന് വരാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ചെയ്യുന്ന എല്ലാം തന്നെ സത്വഗുണത്തിന് മേലെ തന്നെയാണ്. സത്വഗുണത്തിന് മേലെ ആയതുകൊണ്ടാണ് നമുക്ക് അത് ജപിക്കാനും അങ്ങനെ സേവ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാം സ്വാമിജി.
ഹരേ കൃഷ്ണ. ഹരിബോൾ. മൂന്ന് കർമ്മങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞിരുന്നു. സാഞ്ചിക കർമ്മം, പ്രാരബ്ധ കർമ്മം, പിന്നെ ഒരു കർമ്മം പറഞ്ഞു. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല, കേട്ടില്ല ക്ലിയർ ആയിട്ട്. അത് ഒരു മിനിറ്റ് കേട്ടോ. സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ഒന്നും കൂടി പിന്നെ പറഞ്ഞത് അതേതാണ്? ഞാൻ അതിന്റെ ഒരു പ്രാരാബ്ധം, സഞ്ചിതം, ആഗാമി. ആഗാമി വരാൻ പോകുന്നത്. മനസ്സിലായില്ല, എന്താ കേട്ടില്ല? ആഗാമി. അത് പറഞ്ഞ എന്താ? അത് ഇനി വരാൻ പോകുന്നത്. പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയി ചെയ്തു വെച്ചിരിക്കുന്നത്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ആഗാമി എന്ന് പറയുന്നത്. അത് വരാൻ പോകുന്നേ ഉള്ളൂ. അത് അതാണ് കാര്യം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. സഞ്ചിതം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളതല്ല. സഞ്ചിതം എന്ന് പറയുന്നത് നമ്മള് ഒരുക്കി വെച്ചിരിക്കുന്നതല്ല, കർമ്മല്ല. പ്രസന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ചെയ്ത് കഴിഞ്ഞതാണ്. ചെയ്ത് കഴിഞ്ഞാണ് പ്രാരാബ്ധം എന്ന് പറയാ. നമ്മൾ പറയലേ ഒരു വലിയൊരു പ്രാരാബ്ധം എനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന ആ അനർത്ഥങ്ങളാണ്. അതിനെയാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ലേലം വിളിയാണ്. 1, 2, 3 പറഞ്ഞ് നിർത്തോട്ടോ. വേഗം പറഞ്ഞോളൂ. ചോദിച്ചോളൂ. എല്ലാവരും ചോദിക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഗുണമുള്ളൂ. നമ്മൾ സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. എന്റെ സംശയങ്ങളൊക്കെ മാറ്റി എനിക്ക് ഭഗവാനെ പ്യുവറായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ഒരു സംശയം കൂടെ. നമ്മള് ഇപ്പൊ ഭാഗവതം വായിച്ചു അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചു, അതുകൊണ്ട് നമുക്കൊരു യഥാർത്ഥമായിട്ടൊരു ഭക്തരാകാൻ പറ്റുമോ? പ്രഭു അതിന് ചില നിഷ്ഠകളുണ്ട് പ്രഭു. അത് വെറുതെ നിങ്ങൾ ഭാഗവതം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഭഗവത്ഗീത എടുത്ത് വായിച്ചാൽ മനസ്സിലാവില്ല. അത് കേൾക്കേണ്ട ആൾക്കാരിൽ നിന്ന് കേൾക്കണം. അങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്ന് അത് കേട്ടാൽ അത് മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് നാമം ജപവും സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യലും അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പന്ഥാവിലേക്ക് വരുമ്പോൾ നമുക്ക് ഭഗവാൻ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുള്ളതാണ്. നമുക്കിപ്പോ ഈ ഭാഗവതം കേൾക്കാൻ നമുക്ക് വേണമെന്ന് തോന്നുന്ന അതിനെ പറ്റിയ ഒരാളെ ഭഗവാൻ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുള്ളതാണ്. നോ ഡൗട്ട്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരൂപച്ച കൃപാ സിന്ധു ഭേവജ പതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. എല്ലാവരുടെയും പാദങ്ങളിൽ എന്റെ നമസ്കാരം. എന്റെ ഈ ചെറിയൊരു ഉദ്യമം നിങ്ങൾ കേൾക്കാൻ ശ്രമിച്ചതിലും കേട്ടതിലും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം പ്രഭു. വളരെ നന്നായിട്ട് പ്രഭു ഇത്ര ഇങ്ങനെ ഒഴുകുവാണ്. പ്രഭുവിന്റെ വായിൽ കൂടെ ആ ഭഗവത്ഗീത പിന്നെ അതിന്റെ അർത്ഥങ്ങൾ ഇത്രയും സ്പീഡായിട്ടാണെങ്കിലും ഇത്ര നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ശരിക്കും ഐ വാസ് എൻജോയ്. എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഈ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇത്ര നല്ല ഒരു ചാപ്റ്ററും ഇത്ര നല്ല ഇമ്പോർട്ടന്റ് ചാപ്റ്ററും ആണ് അല്ലെ. അപ്പൊ ഓരോ ശ്ലോകം ഞാനിപ്പോ നോട്ട് ചെയ്താലും ഇപ്പം ആദ്യത്തെ ശ്ലോകം തന്നെ പ്രഭു പറഞ്ഞു നമ്മള് 3 ചങ്ങലയിലാണ് ബന്ധിച്ച് കിടക്കുന്നത്. അതില് സ്വർണം വേണോ, വെള്ളി വേണോ, ഇരുമ്പിന്റെ വേണോ, അത്
നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക ഏത് ഇതിൽ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ കർമ്മഫലങ്ങൾ വെച്ചിട്ട് കിട്ടുന്ന ചങ്ങലകളാ. അപ്പൊ അത് പറഞ്ഞു. പിന്നെ അലസത, നിദ്ര, അജ്ഞാന, ശൂന്യത എല്ലാം നമ്മള് ഈ ജീവാത്മാവ് അതിൽ കുടുങ്ങിക്കിടക്കുവാണ്. ശരിക്കും പറഞ്ഞാല് ഓരോ ശ്ലോകത്തിന്റെയും ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയിരിക്കുകയാണ്. 10ാമത്തെ ശ്ലോകം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ്. ഓരോ മനുഷ്യരിലും അത് ഈ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇത് തമാശയായിട്ട് നമ്മള് ഈ ഇപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഈ ശ്ലോകങ്ങളാണെങ്കിലും ഇത്ര നല്ല എന്താ ജെംസാന്ന് പറയാം ഓരോ ശ്ലോകങ്ങളും. അത്രേ 10ാമത്തെ ശ്ലോകത്തില് ഈ പറഞ്ഞ പോലെ ഒരേ മനുഷ്യരില് സത്വമായിട്ട് ഇത് വിവരിക്കാം, രാജസികമായിട്ട് പ്രവർത്തിക്കാം, താമസികമായിട്ട് പ്രവർത്തിക്കാം, ഒരേ മനുഷ്യനായിരിക്കാം. പക്ഷെ ആ ഒരു മനുഷ്യരെ കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന ശ്ലോകങ്ങളാണ്. എന്നിരുന്നാൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, വിളക്ക് വെക്കും, അല്ലെങ്കിൽ ഇത് പിന്നെന്താ ഞാൻ ജനറൽ പബ്ലിക് നമ്മുടെ എല്ലാ ചുറ്റും നടക്കുന്ന ആ കാര്യമാണ് സംസാരിക്കുന്നത്. ഉച്ച കഴിയുമ്പോ നമ്മുടെ മനസ്സ് രാജസികമായിട്ട് മാറും. ഓഫീസിലെ വർക്ക്, ഹാർഡ് വർക്ക്, ബോസിനെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ സീനിയേഴ്സിനെ സന്തോഷിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ ആയിട്ട് ആ മനുഷ്യൻ രാജസികമായിട്ട് മാറും. പിന്നെ രാത്രി വരുമ്പോ 2 പെഗടിച്ചിട്ട് വന്ന് കിടക്കുക. അപ്പൊ എന്താ താമസികമായിട്ട്. അത് നമ്മൾ ഡെയിലി നമ്മൾ ചുറ്റും കാണുന്ന ഈ എത്രയോ വർഷങ്ങൾ മുമ്പ് ഭഗവാൻ എത്ര നന്നായിട്ട് വിവരിച്ച് തന്നിരിക്കുന്നു അല്ലെ. അപ്പോ ദിസ് ഈസ് ദ മാനുവൽ, ഒറിജിനൽ മാനുവൽ. അപ്പോ ഓരോ ശ്ലോകവും നമ്മൾ എത്ര നന്നായിട്ട് ഭഗവാൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത 11ാമത്തെ ശ്ലോകം. നമുക്ക് എങ്ങനെ വീട് വെക്കണം, അല്ലെങ്കിൽ ഇത്ര വലിയ കെട്ടിടം വെക്കണം, അതിന്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. അംബരീഷ് മഹാരാജ് നമ്മുടെ ഓരോ കാര്യങ്ങളും എല്ലാം, നമ്മുടെ എല്ലാ അവയവങ്ങളും ഓരോ ഭക്തിയിലോട്ട് ചേഞ്ച് ചെയ്ത ഒരു രാജാവാണ് അംബരീഷ് മഹാരാജ്. ഇത്ര വലിയ പദവിയിലുള്ള രാജാവാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഭഗവാനു വേണ്ടി അദ്ദേഹത്തിന്റെ സകലതും ഈ 9 വിധം ഭക്തി അത് കംപ്ലീറ്റ് ഉപയോഗിച്ച ഒരു രാജാവാണ് അംബരീഷ് മഹാരാജ്. അതുപോലെയാണ് നമുക്ക് ഇത്ര വലിയ വീടുണ്ട്, അല്ലെങ്കിൽ കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, 8 നില കെട്ടിടം, പക്ഷെ നമ്മളത് എന്തിന് യൂസ് ചെയ്യുന്നു കൂടെ അത് മാനിക്കുക. നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വെറും കല്ലും മണ്ണും സിമെന്റും വെച്ചിട്ടുള്ള ഒരു കെട്ടിടം മാത്രമായിട്ട് മാറും. ഇതെല്ലാം ഭഗവാന്റെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഈ കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും ഭഗവാന്റെ പ്രകൃതിയുടെ എനർജിയാണ്. അത് നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടി നമ്മൾ ഉപകരിക്കുന്നു. അത് തിരിച്ച് ഭഗവാന് വേണ്ടി തന്നെ ഉപയോഗിച്ചാൽ ഭഗവാൻ കൂടുതൽ നമ്മളിൽ സന്തുഷ്ടനാവും. ഇതൊക്കെ എത്ര നല്ല ഓരോ എന്താ പറയാ, കല്ല് വെച്ച അത്രയും നല്ലൊരു ശ്ലോകങ്ങളാണ് ഇതെല്ലാം. അപ്പോ നമ്മള് ഇന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും ഈ ചാപ്റ്റർ ഒന്നുകൂടെ നന്നായിട്ട് വീട്ടിൽ പോയിട്ട് എന്താ പറയാ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇത് ആദ്യം പറഞ്ഞ പോലെ ഓവർവ്യൂ ആണ്. ഇപ്പോ ഇതില് നിർത്താൻ പറ്റില്ല. നമ്മളിത് ഓരോ ശ്ലോകം, ഒരു 10 ശ്ലോകം അല്ലെങ്കിൽ 5 ശ്ലോകം വീണ്ടും വീണ്ടും നമ്മൾ ഇത് പഠിച്ചാലേ നമുക്ക് ഭഗവത്ഗീത എന്താന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് പോലും നമുക്ക് ഇത് അത്ര അമൃതം പോലെയുള്ള ശ്ലോകങ്ങളാണ് ഓരോ ശ്ലോകങ്ങളും. അപ്പൊ ഇന്ന് 14ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നരോത്തം കൃഷ്ണദാസ് പ്രഭുവിന് ഒന്നുകൂടെ നന്ദി പറയുന്നു. അപ്പൊ ഇന്ന് ഇവിടെ ആദ്യം മുതല് രാധാശക്തി മാതാജി ഗീതാ മഹാത്മ്യത്തെ പറ്റി ഇത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷ്ണ ചൈതന്യ ചരൺ പ്രഭുവിന്റെ ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടു. അതും നല്ല സൂപ്പർ. ഗോലോകത്തിൽ നിന്ന് വന്ന് തന്നെയാണ് ഹരിനാമം. അത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മളത് ഡെയിലി ചൊല്ലുക.
നമ്മള് ഈ നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനത്തെയും അന്ധകാരത്തെയും മാറ്റാനായിട്ട് ഉപകരിക്കുന്നു. ഇനി വരുന്നതും നല്ല നല്ല ശ്ലോകങ്ങളാണ്, നല്ല നല്ല ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുന്നു. നമുക്ക് അവസാന ഘട്ടം നമുക്ക് ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് പോവാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദധായിനേ ഹിരണ്യകശിപൂർവക്ഷഃ ശിലതങ്കാനകാലായേ ഇതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ വഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേണഘ അദ്ഭുത ശൃംഗ ദളിത ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് प्रभुपाद जय जय प्रभुपाद भक्ति विघ्न विनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गौर प्रेमानंद हरि हरि बोल അപ്പോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. നമുക്ക് ഇനി മറ്റന്നാള് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. താങ്ക് യു.